everyone. നമ്മുടെ ലാസ്റ്റ് ഫ്യൂ ക്ലാസ്സസ് ആയിട്ട് സെന്റൻഷ്യൽ കണക്റ്റീവ്സ് എന്താണെന്നും രണ്ട് മൂന്ന് സെന്റൻഷ്യൽ കണക്റ്റീവ്സ് സോഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ സെന്റൻഷ്യൽ കണക്റ്റീവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഹാവ് ഡിസ്കസ്ഡ് നെഗേഷൻ ഓഫ് നോട്ട്, അടുത്തത് ഏതാണ് ആൻഡ്, രണ്ടാമത്തത് ഓർ. ഈ മൂന്ന് സെന്റൻഷ്യൽ കണക്റ്റീവ്സും നമ്മൾ പഠിച്ചു. ഈ സെന്റൻഷ്യൽ കണക്റ്റീവ്സ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് സിമ്പിൾ സെന്റൻസസ് ഈ കണക്റ്റീവ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫോം കോമ്പൗണ്ട് സെന്റൻസസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയൊരു സെന്റൻഷ്യൽ കണക്റ്റീവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് കോൾഡ് ദ ഇംപ്ലിക്കേഷൻ ഓർ ദ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇഫ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഫോം ഇഫ് ദെൻ, ഇഫ് പി ദെൻ ക്യൂ, നമ്മുടെ സെന്റൻസിൽ ഇഫ് ദെൻ എന്ന് ഉപയോഗിച്ചാണ് നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റിനെ കണക്ട് ചെയ്യുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലിക്കേഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. A statement of the form if P then Q is called an implication or a conditional statement. Okay, അപ്പോ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുമ്പോൾ രണ്ട് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്ന് അറിയാം, പിയും ക്യൂവും. അത് കണക്ട് ചെയ്തിരിക്കുന്ന കണക്റ്റീവ് ഏതാണ്? ഇഫ് ദെൻ ആണല്ലോ. അപ്പോ ഇഫിന്റെ കൂടെ വരുന്ന ആ സെന്റൻസിനെയാണ് നമ്മൾ പറയുന്നത് ആന്റിസീഡന്റ് എന്നും, ക്യൂവിന്റെ കൂടെ വരുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ പറയുന്നത് കോൺസിക്വന്റ്. അപ്പോൾ നമുക്കൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡന്റിഫൈ വാട്ട് ഈസ് ദ ആന്റിസീഡന്റ് ആൻഡ് ദ കോൺസിക്വന്റ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഒരു സെന്റൻസ് നമുക്ക് ഇഫ് ദെൻ ക്യൂ എന്ന് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇഫ് പാർട്ടിന്റെ കൂടെ വരുന്നത് തന്നെയായിരിക്കും ആന്റിസീഡന്റും, ക്യൂവിന്റെ കൂടെ ദെന്നിന്റെ കൂടെ വരുന്നത് തന്നെയാണ് എന്താണ്? കോൺസിക്വന്റ്. നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് പി എന്ന് പറയുന്നതിന് ആന്റിസിഡന്റ് ആയിട്ടും ക്യൂ എന്ന് പറയുന്നതിനായിട്ടാണ് കോൺസിക്വന്റ് ആയിട്ടാണ് നമ്മൾ നൊട്ടേഷൻ പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോ നമ്മള് രണ്ട് സിമ്പിൾ സെന്റൻസ് പിയും ക്യൂവും എന്ന് പറഞ്ഞാൽ ആന്റിസിഡന്റും കോൺസിക്വന്റും ഇഫ് ദെൻ ഉപയോഗിച്ച് നമ്മൾ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോം ചെയ്യുന്നു. അപ്പൊ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പിയുടെയും ക്യൂവിന്റെയും ട്രൂത്ത് വാല്യൂനെ ഡിപെൻഡ് ചെയ്തിരിക്കും ആരുടെ ട്രൂത്ത് വാല്യൂ? ദാറ്റ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂ. ഇനി അടുത്ത് നമുക്ക് നൊട്ടേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പി ഇഫ് ദെൻ പി, ഇഫ് പി ദെൻ ക്യൂവിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: പി ഇംപ്ലൈസ് ക്യൂ. ഓക്കെ, പി ഇസ് ദ ആന്റിസീഡന്റ് ആൻഡ് ക്യൂ ഇസ് ദ കോൺസിക്വന്റ്. നമുക്ക് ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ട്രൂത്ത് വാല്യൂ നമുക്ക് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ട്രൂത്ത് വാല്യൂ കിട്ടും എന്നുള്ള കാര്യത്തിൽ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ഇംഗ്ലീഷിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, കൺസിഡർ ദിസ് സ്റ്റേറ്റ്മെന്റ്: ഇഫ് ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ് ബൈ സാറ്റർഡേ then I will go to the football game. ഈ സെന്റൻസിന്റെ മീനിങ് എന്താണ്? മഴ നിന്നാൽ ഞാൻ കളിക്കാൻ പോകും. ഓക്കെ, ഇപ്പൊ what is P here? What is P? Ifന്റെ കൂടെ വരുന്നതാണ് antecedent and we notate that as P, right? What is that? It stops raining by Saturday, right? അപ്പൊ നമുക്ക് സെന്റൻസ് കിട്ടി, നമ്മൾ P ഐഡന്റിഫൈ. Then what is Q? Then ന്റെ കൂടെ വരുന്നതാണ് consequent and it is notated as Q. Q എന്താണ്? I will go to the football game. Okay, now you have identified P and Q. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്? P implies Q അല്ലെങ്കിൽ if then P എന്നുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമ്മൾ ട്രൂത്ത് വാല്യൂ ഇതെന്ന് വെച്ചിട്ട് ഏകദേശം നമുക്ക് ട്രൂത്ത് വാല്യൂ എങ്ങനെ നമുക്ക് ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം. We have P and Q. നമുക്കറിയാം പിയും ക്യൂവിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാവാം? ട്രൂ ആവാം, രണ്ടും ട്രൂ ആവാം. ആദ്യത്തെ പി ട്രൂ ആവാം, ദിസ് ക്യാൻ ഫോൾസ്, ഇവിടെ ഫോൾസ് ആവാം, ഇവിടെ ട്രൂ ആവാം. ബോത്ത് ക്യാൻ ബിക്കം ഫോൾസ്, റൈറ്റ്? ഇതാണ് പിയും ക്യൂവിന്റെയും പോസിബിലിറ്റി. നമുക്ക് ഇനി ആരുടെ ട്രൂത്ത് വാല്യൂ ആണ് വേണ്ടത്? പി ഇംപ്ലൈസ് ക്യൂവിന്റെ ട്രൂത്ത് വാല്യൂ ആണ് വേണ്ടത്. നമ്മൾ ഈ എക്സാമ്പിളിലൂടെയാണ് ഇത് പറയുന്നത്. നോക്കാം. പി ബോത്ത് പി ആൻഡ് ക്യൂ ആർ ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ നിന്നാൽ ഞാൻ കളിക്കാൻ പോകും. കറക്റ്റ് ആണല്ലോ, ദാറ്റ് ഈസ് ട്രൂ, റൈറ്റ്? അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? പി ഈസ് ട്രൂ ആൻഡ് ക്യൂ ഈസ് ഫോൾസ്. അതിന്റെ മീനിങ് എന്താണ്? മഴ നിന്നു, ഞാൻ കളിക്കാൻ പോയില്ല. അതിന്റെ അപ്പൊ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഫോൾസ്. മഴ നിന്നിട്ടും ഞാൻ കളിക്കാൻ പോയില്ല, അപ്പൊ അത് ഫോൾസ് അല്ലേ?
നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച്. അടുത്ത എന്താണ്? P falls എന്നാ മഴ നിന്നില്ല. It stops raining by Saturday. അതിന്റെ false ആവണമെങ്കിൽ മഴ നിന്നില്ല. ഞാൻ കളിക്കാൻ പോയി, ഫുട്ബോൾ കളിക്കാൻ പോയി. പക്ഷെ ഒരു കാര്യം അവിടെ നോക്കിക്കേ, മഴ നിന്നാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മഴ നിന്നില്ല എങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടില്ല. മഴ നിന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ വാട്ട് എവർ മേ ഐ ഡു, ഞാൻ പോയാലും പോയില്ലെങ്കിലും എന്റെ സ്റ്റേറ്റ്മെന്റ് എന്താവും? ട്രൂ ആവും. ഓക്കെ. അടുത്ത എന്താണ്? P falls എന്ന് വെച്ചാൽ മഴ നിന്നില്ല. ഞാൻ കളിക്കാൻ പോയില്ല. അതിനിപ്പോ എന്താ? ഞാൻ മഴ നിന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ അവിടെയും എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതും എന്താണ്? ട്രൂ ആയിരിക്കും. ഓക്കെ. ഇനി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കുക. P implies Qന്റെ truth value ആണ് this one. This is the truth value or truth table of what is it? P implies Q. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആകെ കൂടെ ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. P implies Q false ആവുന്ന ഒരൊറ്റ കേസേ ഉള്ളൂ. എപ്പോഴാ false ആവുന്നത്? നമ്മുടെ ആന്റിസീഡന്റ് ട്രൂ ആവുകയും കോൺസിക്വന്റ് false ആവുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ P implies Q എന്താവുന്നുള്ളൂ? false ആവുന്നുള്ളൂ. ബാക്കി എല്ലാ കേസിലും അതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇത് നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെച്ചേക്കാം. This is the mathematical logic. എന്താണ്? In mathematics, an implication will be called false. ഈ implication false ആവുന്ന ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. എപ്പോഴാണ്? The antecedent is true and the consequent is false. അങ്ങനെയുള്ള കേസ് വരുമ്പോ നമ്മുടെ implication എന്താകും? false ആവും. ബാക്കി എല്ലാ എപ്പോഴും അതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓക്കെ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത് വാല്യൂ. ഇത് എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ. അപ്പോ നമ്മൾ ആൻഡിനും ഓറിനും നോട്ടിനും ഒക്കെ ഒരേ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ റെപ്രസെന്റേഷൻ വന്നിട്ടുള്ളൂ. പക്ഷേ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന് ഒരു റെപ്രസെന്റേഷൻ അല്ല, പല രീതിയിൽ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ represent ചെയ്യാൻ. that they are all equivalent. അപ്പൊ ഏതൊക്കെയാണ് representations എന്ന് നമുക്ക് നോക്കാം. It are if then Q. Q provided that P implies Q, that is Q whenever P only if P is a sufficient condition for Q if Q is a necessary condition for P. ഈ എഴുതിയിരിക്കുന്നതെല്ലാം എന്ത് തന്നെയാണ്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പിയും ക്യൂവും എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. ലെറ്റ് us do an example. എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. See, identify the antecedent and the consequent in each of the following statements. അപ്പൊ നമുക്ക് പിയും ക്യൂവും ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് നൊട്ടേഷൻ ഞാൻ എപ്പോഴും ആന്റിസീഡന്റ് പിയും കോൺസിക്വന്റിന് എന്താണ്? ക്യൂ. ഓക്കെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? If n is an integer, then 2n is an even number. അപ്പോ if then വരുവാണെങ്കിൽ ifന്റെ കൂടെ വരുന്നതാണ് p. That is what is it? n is an integer. Okay. Then what is q? Q is then 2n is an even number. Right? Yeah, it is p implies q. Right? If n is an integer implies what is it? 2n is an even number. See, second one statement നോക്കിക്കേ. Statement is like this. You can work here only if you have a college degree. മനസ്സിലാക്കിക്കോളാ. Only if is a conditional statement. അവിടത്തെ നമ്മുടെ conditional എന്താണ്? കണക്റ്റീവ് ഏതാണ്? only if ആണ്. Right? നമ്മൾ നോക്കിക്കേ, only if എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. P only if Q. ഇതാണ് ഫോർമാറ്റ്. അപ്പൊ എന്തായിരിക്കും? What is P? P only if Q. So what is your antecedent here? You can work here. Is it right? What is Q here? You have a college degree. I hope you understand. What does this mean? P implies Q in the meaning എന്താണ്? If you are working here, that implies that you have a college degree. Okay. അടുത്തത് next one. Next sentence നോക്കിക്കേ. The car will not run whenever you are out of gas. See the representation.
Q whenever P. See, Q whenever P. Then what is P? P is you are out of gas. What is Q? The car will not run. Okay, ഞാൻ എന്താ ചെയ്തത്? ആദ്യം എന്ത് ഐഡന്റിഫൈ ചെയ്തു? നമ്മുടെ കണക്റ്റീവ് ഐഡന്റിഫൈ ചെയ്തു. കണ്ടീഷണൽ ആകുമ്പോൾ എന്നിട്ട് നമ്മൾ ഇതിൽ ഏത് ഫോമാറ്റിലാണോ നോക്കി അതനുസരിച്ച് എഴുതി. Now next one. Continuity is a necessary condition for differentiability. Necessary condition. Right? See, what is it? Q is a necessary condition for P. Q is a necessary condition for P. So what is P here? P is the differentiability. Right? What is Q? Q is continuity. Right? അപ്പോൾ നമുക്കറിയാം differentiability implies continuity എന്ന്. P implies Q. Differentiability implies continuity. Is it right? അപ്പോൾ നമുക്ക് we have got a conditional statement. അപ്പം ഈ and or ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ if then വരുമ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഐഡന്റിഫൈ വെക്കുക, എന്നിട്ട് അതിൽ നിന്ന് അതിന്റെ ഓർഡർ അനുസരിച്ച്, അല്ലാതെ ഫസ്റ്റ് വരുന്നത് P ലാസ്റ്റ് വരുന്നത് Q എന്നുള്ള കണ്ടീഷൻ ഇല്ല. ഏത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ആന്റിസീഡന്റും കോൺസിക്വന്റും എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. കോൺസിക്വന്റും ആന്റിസീഡന്റും ഐഡന്റിഫൈ ചെയ്തതിനു ശേഷമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ? നമുക്ക് ട്രൂത്ത് വാല്യൂ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനി നമുക്കിത് വേറെ രീതിയിൽ ഇതിനെ നമുക്ക് ഒരു ഫിഗറിലൂടെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. We have got two sets. നോക്കിക്കോളാം, ഫിഗറിൽ വരച്ചിരിക്കുന്ന ആറും എസും ആണ്. With R inside S ആണല്ലോ. ഇനി ഫിഗറിൽ സെവറൽ ഒബ്ജക്ട്സ് കിടക്കുന്നു. നോക്കിക്കോളാം. Some figures are round and some figures are not round. Is it right? And some are solid and some are not. പിന്നെ നോക്കിക്കോള, സോളിഡ് ഫിഗേഴ്സ് എല്ലാം എവിടെ അകത്തുണ്ട്? എസിന്റെ അകത്തുണ്ട്. റൈറ്റ്? അപ്പോ നോക്കിക്കോള, ഓബ്ജക്ട്സ്. അപ്പൊ ഇനി അടുത്ത ആർ നോക്കിക്കേ. ആർ എന്ന് പറയുന്നത് എസിന്റെ അകത്ത് കിടക്കുന്നതാണ്. ദാറ്റ് ഈസ് സോളിഡ് ഓഫ് കോഴ്സ്. പക്ഷെ ആറിന്റെ ഷേപ്പ് നോക്കി, ഓൾ ആർ റൗണ്ട്. അപ്പൊ നോക്കിക്കേ, objects that are round are in the set R and objects that are solid are in the set S. അപ്പോൾ നമ്മൾ ഫിഗറിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. റൈറ്റ്? ഇനി നമ്മൾ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് R implies S ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ R എന്താണ്? that are round and solid. റൗണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. റൈറ്റ്? ഓക്കെ, അപ്പൊ ആറ് ആണെങ്കിൽ അതെന്തിനെ ഇംപ്ലൈ ചെയ്യുന്നു? എസിനെ ഇംപ്ലൈ ചെയ്യുന്നു. നമുക്കത് പല രീതിയിൽ അതിനെ എഴുതാം, നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇത്രയും കാര്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും ആ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആർ ആൻഡ് എസ് ഇൻ ഫിഗർ 1 ക്യാൻ ബി സ്റ്റേറ്റഡ് ഇൻ സെവറൽ ഇക്വലന്റ് വേസ്. ഇപ്പൊ നമ്മൾ അവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. ഫസ്റ്റ് വേ പറയാണ്, if an object is round then it is solid. Is it right? If an object is round then it is solid. That is R implies S. Is it right? അടുത്ത എന്താണ്? An object is solid whenever it is round. Whenever it is round, it is a solid. അപ്പൊ അവിടെ എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്? R implies is S. നോക്കിയോ, whenever it is round, it is a solid. അപ്പൊ അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? Q whenever P എന്നാണ് അവിടെ പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, അടുത്തത്, an object is solid provided it is round. Right? അപ്പൊ എന്താണ്? റൗണ്ട് ആണെങ്കിൽ അതെന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. An object is solid provided that it is round. അപ്പൊ എന്താണ്? R implies S തന്നെയാണല്ലോ അതും. അടുത്ത എന്താണ്? Being R is a sufficient condition for an object to be a solid. R റൗണ്ട് ആണെങ്കിൽ അതെന്തായിരിക്കും? എസ് ആയിരിക്കും. ഇറ്റ്സ് എ സഫീഷ്യന്റ് കണ്ടീഷൻ. റൈറ്റ്? സഫീഷ്യന്റ്, അത് മതി. ആ കണ്ടീഷൻ മതി എന്താവാനായിട്ട്? സോളിഡ് ആവാനായിട്ട്. റൈറ്റ്? ദാറ്റ് ഈസ് ആർ ഇംപ്ലൈസ് എസ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ബീയിങ് സോളിഡ് ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ ആൻ ഓബ്ജെക്ട് ടു ബി റൗണ്ട്.
എന്താണ്, ഇറ്റ് ഈസ് നെസസറി ഫോർ an item to be solid in order to be round, right? അപ്പൊ എന്താണ്, R implies S. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്തിനെ തന്നെയാണ് കാണിക്കുന്നത്, R implies S തന്നെയാണ്. വാട്ട് ഈസ് റൗണ്ട് ആണെങ്കിൽ അത് എന്തായിരിക്കും, സോളിഡ് ആയിരിക്കും. In figure 1, which of the following is correct? An object is solid only if it is round. Figure 1 നോക്കിക്കേ, an object is solid only if it is round. ആണോ? S implies R ആണോ? അല്ലല്ലോ. ഫിഗറിൽ നോക്കി പറയാ, റൗണ്ട് മാത്രമല്ലല്ലോ സോളിഡ് ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ is false. This is false. Second one ആണ് എന്താണ്, an object is round only if it is solid. It is true, right? അല്ലേ? Object round ആണെങ്കിൽ എന്തായിരിക്കും, അത് സോളിഡ് ആയിരിക്കും. Only if. Is it right? Only if എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, P only if Q ആണ്. That is R implies S. Okay, അപ്പോ ആ if then എന്ന് മാത്രമുള്ള റെപ്രസെന്റേഷൻ അല്ല നമുക്ക് ഇംപ്ലിക്കേഷൻ ഉള്ളത്, പലതരത്തിലുള്ള ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ നമുക്കൊരു ഇപ്പൊ തൽക്കാലം നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ആന്റിസീഡന്റും കോൺസിക്വന്റും ഐഡന്റിഫൈ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി സെന്റൻസിന്റെ ഒരു ഫോമാറ്റ് ഉണ്ട്, ഇന്നതാണ് പി ഇന്നതാണ് ക്യൂ എന്ന് നോക്കാൻ നിൽക്കരുത്. മാത്തമാറ്റിക്കലി അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ പിയും ക്യൂവും എടുത്തെഴുതാൻ